ENC എഡ്യൂമേറ്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ENC എഡ്യൂമേറ്റ് വഴി ഞങ്ങൾ അക്കൗണ്ടൻസി, മാനേജ്മെന്റ്, ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളാണ് പ്രധാനമായിട്ട് ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് തന്നെയാണ് ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ആ വീഡിയോയുടെ അപ്ലോഡിങ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ENC എഡ്യൂമേറ്റ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലീഷിന്റെയും അക്കൗണ്ടൻസിയും +1 ഇംഗ്ലീഷിന്റെയും അക്കൗണ്ടൻസിന്റെയും മാനേജ്മെന്റിന്റെയും ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാൻ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ തിയറീസ് ഒക്കെ പഠിച്ച് നിങ്ങൾ ആകെ കൂടെ കൺഫ്യൂഷൻ ആയിരിക്കും എന്ന് എനിക്കറിയാം. എന്തായാലും മാക്സിമം സിമ്പിളാക്കി പറയുന്നുണ്ട്. നിങ്ങൾ ഓരോ തിയറിയും അത് ഡെവലപ്പ് ചെയ്തതാകണമെന്ന് കൃത്യമായി നോട്ടിൽ എഴുതി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കൂ. കാരണം നമുക്കിതിന്റെ പല രീതിയിലും അവർ ചോദിക്കാറുണ്ട്. ക്ലാസിക്കൽ അപ്രോച്ച്, അതിന്റെ തിയറീസ് ഏതൊക്കെയാണ്? നിയോ ക്ലാസിക്കൽ അപ്രോച്ച്, അതിന്റെ തിയറീസ് ഏതൊക്കെയാണ്? ദെൻ മോഡേൺ അപ്രോച്ച്, നമ്മൾ അടുത്ത് പഠിക്കുന്നത് മോഡേൺ അപ്രോച്ച്, അതിന്റെ തിയറീസ് ഏതൊക്കെയാണെന്ന്. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഓരോ തിയറിയും, അല്ലെങ്കിൽ സയന്റിഫിക് മാനേജ്മെന്റ് തിയറി ആര് ഡെവലപ്പ് ചെയ്തു, ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറി ആര് ഡെവലപ്പ് ചെയ്തു, ദെൻ അക്സെപ്റ്റൻസ് ഓഫ് അതോറിറ്റി തിയറി അത് ആര് ഡെവലപ്പ് ചെയ്തു, നീഡ് ഹൈറാർക്കി തിയറി ആര് ഡെവലപ്പ് ചെയ്തു, ഇങ്ങനെ ഓരോ തിയറി, ദെൻ ഹൗത്തോൺ സ്റ്റഡീസ് ആര് കണ്ടക്ട് ചെയ്തു. ഇതെല്ലാം നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ, നമുക്ക് എഴുതി വെച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ പരീക്ഷയ്ക്ക് ഈസി ആയിട്ട് ഏത് തരത്തിലുള്ള വൺ വേർഡ് ചോദിച്ചാലും, ദെൻ മാത്സ് ഫോളോയിങ് ഒക്കെ ഒത്തിരി ഇന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമ്മൾ ഇന്ന് വേറൊരു തിയറി, ബിഹേവിയറൽ സയൻസിന്റെ തിയറിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബിഹേവിയറൽ സയൻസിൽ നമ്മൾ ആദ്യം എബ്രഹാം മാസ്ലോയുടെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എബ്രഹാം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി, 5 തലത്തിലുള്ള നീഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് 2 തിയറി പഠിക്കാനാണ്. ഒന്നാമത്തേത് 2 ഫാക്ടർ തിയറി അല്ലെങ്കിൽ മോട്ടിവേഷൻ ഹൈജീൻ തിയറി എന്താണ് ഇന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന തിയറി 2 ഫാക്ടർ തിയറി. അത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഫ്രെഡറിക് ഹേഴ്സ്ബർഗ്. ഓക്കെ, ഫ്രെഡറിക് ഹേഴ്സ്ബർഗ് ആൻഡ് ഹിസ് അസോസിയേറ്റ്സ് ആണ് ഈ 2 ഫാക്ടർ തിയറി. ഏതൊക്കെയാണ് 2 ഫാക്ടർ? ഏതാണ്? മോട്ടിവേഷൻ ആൻഡ് ഹൈജീൻ. ഈ 2 ഫാക്ടറും അടങ്ങുന്ന തിയറിയാണ് 2 ഫാക്ടർ തിയറി. അപ്പൊ നമ്മൾ പഠിക്കുന്നു 2 ഫാക്ടർ തിയറി. 2 ഫാക്ടർ തിയറി. 2 ഫാക്ടർ തിയറി ആരാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? ഫ്രെഡറിക് ഹേഴ്സ്ബർഗ്. ഫ്രെഡറിക് ഹേഴ്സ്ബർഗ് ആൻഡ് ഹിസ് അസോസിയേറ്റ്സ്. അവിടെ രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. മോട്ടിവേഷൻ ആൻഡ് ഹൈജീൻ ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ 2 ഫാക്ടർ തിയറിനെ വേറൊരു പേരിൽ പറയുന്നുണ്ട്, മോട്ടിവേഷൻ ഹൈജീൻ തിയറി എന്ന് നമ്മൾ ഇതിനെ പറയുന്നുണ്ട്. അപ്പൊ മോട്ടിവേഷൻ ഹൈജീൻ തിയറി എന്ന് ചോദിച്ചാലും 2 ഫാക്ടർ തിയറി എന്ന് ചോദിച്ചാലും നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ആൻസർ. അപ്പൊ 2 ഫാക്ടർ തിയറി ആണെങ്കിലും മോട്ടിവേഷൻ ഹൈജീൻ തിയറി ആണെങ്കിലും അതിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഫ്രെഡറിക് ഹേഴ്സ്ബർഗ് എന്ന സയന്റിസ്റ്റ് ആണ്. ഓക്കെ, 2 ഫാക്ടർ തിയറി ഈസ് ബേസ്ഡ് ഓൺ ദ ആക്ച്വൽ റിസർച്ച് ബൈ ഇന്റർവ്യൂയിങ് അബൌട്ട് 200 എഞ്ചിനീയേഴ്സ് ആൻഡ് അക്കൗണ്ടൻസ് ഓഫ് 11 ഡിഫറെന്റ് കമ്പനീസ്. 11 വ്യത്യസ്ത കമ്പനികളിൽ നിന്നുള്ള 200 എഞ്ചിനീയേഴ്സിനെ അക്കൗണ്ടൻസിനെ ഇന്റർവ്യൂ ചെയ്തതിന്റെ ഫലമായിട്ട് അവർ തയ്യാറാക്കിയ ഒരു തിയറിയാണ് 2 ഫാക്ടർ തിയറി അല്ലെങ്കിൽ മോട്ടിവേഷൻ ഹൈജീൻ തിയറി എന്ന് പറയുന്നത്. അപ്പൊ അവര് കണ്ടുപിടിക്കേണ്ട ഇത്രയേ ഉള്ളൂ. അവരുടെ പർപ്പസ്, അവരിങ്ങനെ 200 പേര്, ഞാൻ പറഞ്ഞു, എഞ്ചിനീയേഴ്സിനെയും അക്കൗണ്ടൻസിനെയൊക്കെ 11 വ്യത്യസ്ത കമ്പനികളിൽ ജോലി ചെയ്യുന്ന 200 എഞ്ചിനീയേഴ്സിനെ അക്കൗണ്ടൻസിനെയാണ് നമ്മുടെ ഫ്രെഡറിക് ഹേഴ്സ്ബർഗും അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സും ഇന്റർവ്യൂ ചെയ്തത്. അപ്പൊ ആ റിസർച്ച് അല്ലെങ്കിൽ ആ പഠനം നടത്തിയതിന്റെ പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ വാട്ട് വേരിയബിൾസ് ആർ പെർസീവ്ഡ് ടു ദ ഡിസൈറബിൾ ഗോൾ ടു അച്ചീവ് ആൻഡ് കൺവേഴ്സ്ലി ദ അൺഡിസൈറബിൾ കണ്ടീഷൻ ടു അവോയ്ഡ്. എന്താണ് പറയുന്നത്? അതിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ ഒരു ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ അതിന് ഫേവർ ചെയ്യുന്ന, അതിന് അനുയോജ്യമായ ഡിസൈറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അതല്ല അതിന് അനുയോജ്യമല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട അൺഡിസൈറബിൾ കണ്ടീഷൻസ് ഏതാണ്. അപ്പൊ ഡിസൈറബിൾ ആൻഡ് അൺഡിസൈറബിൾ, അനുയോജ്യമായ ഫാക്ടേഴ്സ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയും അൺഡിസൈറബിൾ ഫാക്ടേഴ്സിനെ നമ്മൾ പരമാവധി എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യുകയും വേണം. അപ്പൊ ഈ 2 ഫാക്ടേഴ്സിനെയും ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നതാണ് ഏതൊക്കെ വേരിയബിൾസ് ആണ് ഡിസൈറബിൾ കണ്ടീഷൻസ് ആൻഡ് ഏതൊക്കെ വേരിയബിൾസ് ആണ് അൺഡിസൈറബിൾ കണ്ടീഷൻസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ അൺഡിസൈറബിൾ ഫാക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യുകയും
ഡിസൈറബിൾ ഫാക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പൊ അത് അവർ ചോദിച്ച ഇത്രയേ ഉള്ളൂ. ഓരോ ഞാൻ നേരത്തെ പറഞ്ഞ 200 പേരെടുത്ത് അവർ ചോദിച്ച ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്കുള്ള 2 അനുഭവം പറയുക. ഒന്ന് എക്സെപ്ഷണലി ഗുഡ് ആയിരിക്കണം, അങ്ങേയറ്റം ഏറ്റവും നല്ലതെന്ന് തോന്നിയ ഒരു അനുഭവം, ഏറ്റവും മോശം എന്ന് തോന്നിയ 2 അനുഭവം പറയാൻ പറഞ്ഞപ്പോഴാണ് അവരിൽ നിന്ന് കിട്ടിയ വാക്കുകളിൽ നിന്ന് അവരെ പഠനം നടത്തിയതിനു ശേഷം ഡെവലപ്പ് ചെയ്ത തിയറിയാണ് 2 ഫാക്ടർ തിയറി. ഓക്കെ, അപ്പൊ അദ്ദേഹം അവിടെ നമുക്ക് ഹേഴ്സ്ബർഗ് ഓർഗനൈസ് ചെയ്ത ഈ ഫാക്ടേഴ്സിനെ എന്താക്കി 2 തരംതിരിക്കുന്നു. ഏതൊക്കെയാണ്? ഒന്ന് ഡിസൈറബിൾ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഫാക്ടേഴ്സ്, മറ്റേത് അൺഡിസൈറബിൾ അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ. അപ്പം ഏതൊക്കെ ഫാക്ടേഴ്സ് നൽകിയാൽ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആകുന്നു, അതല്ല ഏതൊക്കെ ഫാക്ടേഴ്സ് നൽകിയാൽ അവർ ഡിസാറ്റിസ്ഫൈഡ് ആകുന്നു. ഓക്കെ, അപ്പൊ ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഏതൊക്കെ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് സംതൃപ്തി, സ്ഥാപനത്തിനോട് ജോലി ചെയ്യാൻ കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നു. ദേ ആർ സാറ്റിസ്ഫൈയിങ് ഇൻ ദ വർക്കിംഗ് കണ്ടീഷൻസ്. അപ്പൊ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, അതല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ആ 2 ഘടകങ്ങളെ നമ്മൾ എന്താക്കി മാറ്റുന്നു? എന്താണ്? ഹൈജീൻ എന്ന ഫാക്ടേഴ്സ് ആയിട്ടും മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ മാറ്റുന്നു. ഏതൊക്കെ 2 ഘടകങ്ങളാണ്? ഡിസാറ്റിസ്ഫാക്ഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പൊ ഡിസാറ്റിസ്ഫാക്ഷൻ ഫാക്ടേഴ്സ് ആണെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഫാക്ടേഴ്സ് നമ്മൾ വീണ്ടും എന്ത് പേരിൽ പറയുന്നു? മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ആൻഡ് ഹൈജീൻ ഫാക്ടേഴ്സ് ആക്കി മാറ്റുന്നു. അപ്പൊ എന്ത് നൽകിയാൽ ദേ ആർ സാറ്റിസ്ഫൈ, അതല്ല എന്ത് അവരിൽ നിന്ന് ഒഴിവാക്കിയാൽ അവർ ഡിസാറ്റിസ്ഫൈ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ ഒന്നാമത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈജീൻ ഫാക്ടേഴ്സ്. ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഹൈജീൻ ഫാക്ടേഴ്സ് ആണ്. 2 ഫാക്ടറിൽ ഒന്നാമത്തേത് ഹൈജീൻ. ഹൈജീൻ ഫാക്ടേഴ്സ് അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദീസ് ഫാക്ടേഴ്സ് ആർ ഇൻഷുറൻസ് പോളിസീസ്, റിട്ടയർമെന്റ് ബെനിഫിറ്റ് പ്ലാൻസ്, സാലറി സ്ട്രക്ചർ, ബോണസ്, ജോബ് സെക്യൂരിറ്റി ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് സുപ്പീരിയേഴ്സ്. ഇത്തരം ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇൻഷുറൻസ് പോളിസി, ഓക്കെ, ദെൻ റിട്ടയർമെന്റ് ബെനിഫിറ്റ് പ്ലാൻസ്, ബിസിനസ് സ്ഥാപനങ്ങൾ നൽകുന്ന ഇൻഷുറൻസ് പോളിസി, റിട്ടയർമെന്റ് ബെനിഫിറ്റ് പ്ലാൻസ്, സാലറി സ്ട്രക്ചർ, ബോണസ്, ജോബ് സെക്യൂരിറ്റി, റിലേഷൻഷിപ്പ് വിത്ത് സുപ്പീരിയേഴ്സ്, ദെൻ വർക്കിംഗ് കണ്ടീഷൻസ് എക്സെട്ര. അപ്പൊ ഈ ഫാക്ടേഴ്സ് അടങ്ങുന്ന ഏതൊക്കെയാണ്? ഹൈജീൻ ഫാക്ടേഴ്സിൽ വരുന്ന ഘടകങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഓർമ്മിച്ചിരിക്കുക: ഇൻഷുറൻസ് പോളിസി, റിട്ടയർമെന്റ് ബെനിഫിറ്റ് പ്ലാൻസ്, സാലറി സ്ട്രക്ചർ, ബോണസ്, ജോബ് സെക്യൂരിറ്റി, റിലേഷൻഷിപ്പ് വിത്ത് സുപ്പീരിയേഴ്സ്, വർക്കിംഗ് കണ്ടീഷൻസ് എക്സെട്ര. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഹെസ്ബർഗ് പറയണത്, ഇതിന്റെ പ്രസൻസ്, ഈ ഇത്ര ഫാക്ടേഴ്സ് ഏതാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ റിട്ടയർമെന്റ് ബെനിഫിറ്റ് പ്ലാൻസ്, ഇൻഷുറൻസ് പോളിസീസ്, സാലറി സ്ട്രക്ചർ, ബോണസ്, ജോബ് സെക്യൂരിറ്റി, ഈ ഫാക്ടേഴ്സിന്റെ പ്രസൻസ് അവ അവിടെ ഉണ്ടെങ്കിൽ they are not giving they are providing no dissatisfaction to employees. അവ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ്, അധിക സാറ്റിസ്ഫാക്ഷനോ അധികം മോട്ടിവേഷനോ ഇല്ലെങ്കിൽ പോലും they are not dissatisfied. ഓക്കെ, അവരെന്തല്ല, അവർ സംതൃപ്തരാണ്. ദാറ്റ് ഈസ് നോട്ട് ഡിസാറ്റിസ്ഫൈഡ്. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ദേ ആർ സംവാട്ട് സാറ്റിസ്ഫൈഡ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇത്തരം ഫാക്ടേഴ്സ് കൂടുതൽ മോട്ടിവേഷൻ ഒന്നും നൽകുന്നില്ല, അല്ലെങ്കിൽ അവരെ കൂടുതലായിട്ട് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യേണ്ടതെന്നുള്ള എൻകറേജ്മെന്റ് ഒന്നും നൽകുന്നില്ല. പക്ഷേ അതിന്റെ അത് ഇല്ല എങ്കിൽ, ഈ ഇത്തരം ഫാക്ടേഴ്സ് നേരത്തെ പറഞ്ഞ ഇൻഷുറൻസ് പോളിസി മനസ്സിലാക്കിയെടുക്കുക, അവയുടെ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ആ പറയുന്നത്. ഈ നേരത്തെ പറഞ്ഞ ഹൈജീൻ ഫാക്ടേഴ്സിന്റെ പ്രസൻസ് വളരെയധികം മോട്ടിവേഷനോ അല്ലെങ്കിൽ വളരെയധികം സാറ്റിസ്ഫാക്ഷനോ നൽകിയില്ലെങ്കിൽ പോലും അവയുടെ ആബ്സെൻസ്, അവ ഇല്ലെങ്കിൽ ആൾക്കാർക്ക് എംപ്ലോയീസിന് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, എന്താ പറയുന്നത് മനസ്സിലാക്കിയെടുക്കാം മക്കളെ. ഈ മുകളിൽ പറഞ്ഞ ഫാക്ടേഴ്സിന്റെ പ്രസൻസ് അതുണ്ടെങ്കിൽ അവർ ജോലി ചെയ്യുന്ന നിർബന്ധമില്ല, പക്ഷെ അവ ഇല്ല എങ്കിൽ അവർക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നു. അപ്പം പ്രസൻസ് അധികം മോട്ടിവേഷനോ വളരെയധികം സാറ്റിസ്ഫാക്ഷനോ കൊടുത്തില്ലെങ്കിൽ പോലും ആ പറഞ്ഞ ഹൈജീൻ ഫാക്ടേഴ്സിന്റെ ആബ്സെന്റ് മേക്സ് ദം ഡിസാറ്റിസ്ഫാക്ഷൻ. അവ ഇല്ലെങ്കിൽ അവിടെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്. അപ്പം ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹൈജീൻ ഫാക്ടേഴ്സിന് വേറൊരു പേര് പറയുന്നുണ്ട്, മെയിൻ്റനൻസ് ഫാക്ടേഴ്സ് ഓർ ഡിസാറ്റിസ്ഫയേഴ്സ് ഓർ എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് നമ്മൾ പറയുന്നു. ഓക്കെ, എന്തൊക്കെയാണ്? നമ്മൾ ഈ മെയിൻ്റനൻസ് ഫാക്ടേഴ്സ് അവരെ നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. അവയെ ഒട്ടുമേ ഇല്ലാതിരുന്നാൽ അവർക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും. ഏതൊക്കെയാണ്? ഇൻഷുറൻസ് പോളിസി, അവ ഉണ്ടാവണം. അവർക്ക് വലിയ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ, അവർ വലിയ രീതിയിൽ ജോലി ചെയ്തില്ലെങ്കിൽ പോലും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. എപ്പോഴാണ്? അവ ഉണ്ടല്ലോ എന്ന രീതിയിൽ. വളരെയധികം മോട്ടിവേഷൻ ഒന്നും നൽകിയില്ല എങ്കിൽ പോലും അവ ഇല്ല എങ്കിൽ അതൊരു ഡിസാറ്റിസ്ഫാക്ഷൻ അവർക്ക് ഉണ്ടാകും. ആകെ കൺഫ്യൂഷൻ ആകരുത്. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. നേരത്തെ പറഞ്ഞ ഇൻഷുറൻസ് പോളിസീസ്, റിട്ടയർമെന്റ് ബെനിഫിറ്റ് പ്ലാൻസ്, സാലറി സ്ട്രക്ചർ, ജോബ് സെക്യൂരിറ്റി, ഇവയെല്ലാമാണ് ഹൈജീൻ ഫാക്ടേഴ്സ്.
അവയുടെ ആബ്സെൻസ് അവ ഇല്ലെങ്കിൽ എന്ത് ഫീൽ ചെയ്യുന്നുണ്ട്? എംപ്ലോയീസിനൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഫാക്ടേഴ്സിനെ നമ്മൾ എന്ത് പറയുന്നു? ഡിസാറ്റിസ്ഫയേഴ്സ് എന്നും എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് എന്നും മെയിൻ്റനൻസ് ഫാക്ടേഴ്സ് എന്നും നമ്മൾ ഇതിനെ പറയുന്നു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോണത് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്. മോട്ടിവേഷൻ ഇതുപോലെ തന്നെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഹൈജീനിൽ പറഞ്ഞതുപോലെ തന്നെ കുറെ ഘടകങ്ങളുണ്ട്. ദീസ് ഫാക്ടേഴ്സ് ആർ റിലേറ്റഡ് ടു ദ ജോബ് കണ്ടന്റ് ആണ്. എന്തൊക്കെയാണ് ജോബ് കണ്ടന്റുമായി ബന്ധപ്പെട്ടത്? അച്ചീവ്മെന്റ് ആൻഡ് റെക്കഗ്നിഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ഹയർ ലെവൽ ഓർഡർ. ഓക്കെ, ദെൻ ഇന്നോവേറ്റീവ് പ്രോജക്റ്റ്, ദെൻ ചലഞ്ചിങ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ പേഴ്സണൽ ഗ്രോത്ത്. അതൊക്കെയാണ് ഏതാണ് ഇവർക്ക് ഈ മോട്ടിവേഷൻ ഫാക്ടേഴ്സ്. അത് നൽകുകയാണെങ്കിൽ ഒരു ചലഞ്ചിങ് ജോബ്, അദ്ദേഹത്തിന് കഴിവുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? വെല്ലുവിളിയുള്ള ജോബ് കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പൊ ഈ മോട്ടിവേഷന്റെ ഇതെന്ന് പറഞ്ഞാൽ ദെയർ ആബ്സെൻസ്, ഈ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ടാകുന്നു? നോ സാറ്റിസ്ഫാക്ഷൻ, നോ മോട്ടിവേഷൻ ടു വർക്കേഴ്സ്. അതുപോലെ തന്നെ അവിടെ പ്രസൻസ് ഉണ്ടെങ്കിലോ അവിടെ ഉണ്ടെങ്കിലോ ഈ പറഞ്ഞ അച്ചീവ്മെന്റ്, റെക്കഗ്നിഷൻ, ദെൻ ചലഞ്ചിങ് ജോബ്, ഓപ്പർച്യൂണിറ്റീസ് ഫോർ പേഴ്സണൽ ഗ്രോത്ത്, ഇവയുടെ പ്രസൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസിങ് ദ മോട്ടിവേഷൻ ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ടു ദി എംപ്ലോയീസ്. അപ്പൊ അവ ഇല്ല എങ്കിൽ, മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ഇല്ല എങ്കിൽ എംപ്ലോയീസിന് നോ സാറ്റിസ്ഫാക്ഷൻ, നോ മോട്ടിവേഷൻ. അഥവാ അവ അത്രയും മോട്ടിവേറ്റേഴ്സ് അല്ലെങ്കിൽ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ ആ എംപ്ലോയീസിന്റെ മോട്ടിവേഷൻ, അവർക്ക് ജോലി ചെയ്യാനുള്ള താല്പര്യം കൂടുന്നുണ്ട്, അവർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ മോട്ടിവേറ്റേഴ്സിനെ പറയാം സാറ്റിസ്ഫയേഴ്സ് അല്ലെങ്കിൽ ഇൻട്രിൻസിക് ഫാക്ടേഴ്സ്. നമ്മൾ ഹൈജീൻ ഫാക്ടേഴ്സ് എന്ത് പറഞ്ഞു? ഡിസാറ്റിസ്ഫയർ. കാരണം ഈ ഹൈജീൻ ഫാക്ടേഴ്സിന്റെ ആബ്സെൻസ് ആർക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നു? എംപ്ലോയീസിന് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾ ഹൈജീൻ ഫാക്ടേഴ്സിനെ ഡിസാറ്റിസ്ഫയർ എന്ന് പറയുന്നു. ഡിസാറ്റിസ്ഫയർ എന്ന് പറയുന്നു. ദെൻ മോട്ടിവേഷൻ അങ്ങനെയല്ല, ഇവിടെ പ്രസൻസ് ഹൈ ഡിഗ്രി ഓഫ് മോട്ടിവേഷനും ഹൈ ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷനും ഉണ്ടാക്കുന്നത് കൊണ്ട് മോട്ടിവേഷൻ നമ്മൾ എന്ത് പറയുന്നു? സാറ്റിസ്ഫയേഴ്സ് എന്ന് പറയുന്നു. സാറ്റിസ്ഫയേഴ്സ് എന്ന് പറയുന്നു. ഓക്കെ, ഇവയെ നമ്മൾ എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് എന്നും പറയുന്നുണ്ട്, ഇവയെ നമ്മൾ ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് എന്നും പറയുന്നുണ്ട്. അപ്പൊ ചില ഘടകങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓക്കെ അവയ്ക്ക് അധികം മാറ്റമില്ല. പക്ഷെ അവ എടുത്തു മാറ്റുകയാണെങ്കിൽ, അത്തരം ഫാക്ടേഴ്സ് എടുത്ത് മാറ്റുകയാണെങ്കിൽ അവർക്കൊരു എന്തോ വല്ലാത്തൊരു അസംതൃപ്തി നേരിടുന്നുണ്ട്. ആ ഫാക്ടേഴ്സ് ആണ് ഹൈജീൻ ഫാക്ടേഴ്സ്. മോട്ടിവേറ്റേഴ്സ് ഫാക്ടേഴ്സ് അങ്ങനെയല്ല. മോട്ടിവേറ്റേഴ്സ് ഫാക്ടേഴ്സ് അവയുടെ പ്രസൻസ് അവ ഉണ്ടെങ്കിൽ, അത്തരം ഫാക്ടേഴ്സ് അവർ എംപ്ലോയീസിന് നൽകുന്നുണ്ടെങ്കിൽ, ജോബ് അച്ചീവ്മെന്റ്, റെക്കഗ്നിഷൻ ആൻഡ് ചലഞ്ചിങ് ജോബ് ഒക്കെ നൽകുന്നുണ്ടെങ്കിൽ കൂടുതൽ മോട്ടിവേഷൻ ഉണ്ടാകുന്നു, കൂടുതൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ അവ ഇല്ല എങ്കിൽ അവയുടെ ആബ്സെൻസ്, അതാണ് ഓർമ്മിക്കേണ്ടത്. ആബ്സെൻസ് ആൻഡ് പ്രസൻസ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവ ഉണ്ടെങ്കിൽ ഹൈ ഡിഗ്രി ഓഫ് മോട്ടിവേഷൻ ആൻഡ് ഹൈ ഡിഗ്രി ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അവ ഇല്ല എങ്കിൽ അവയുടെ ആബ്സെൻസ് ആണെങ്കിലോ അവയുടെ എന്താണ് സാറ്റിസ്ഫാക്ഷൻ കുറവാണ്, മോട്ടിവേഷൻ കുറവാണ്. അപ്പൊ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് നിങ്ങൾ മനസ്സിലാക്കുക. പ്രസന്റ് ആണെങ്കിൽ ഹൈ ഡിഗ്രി ഓഫ് മോട്ടിവേഷൻ, ആബ്സെൻസ് ആണെങ്കിൽ നോ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് നോ മോട്ടിവേഷൻ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇത്രയുമാണ് ഫ്രെഡറിക് ഹേഴ്സ്ബർഗ് പറഞ്ഞ എന്താണ് ഹൈജീൻ മോട്ടിവേഷൻ ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. 2 ഫാക്ടേഴ്സ് മനസ്സിലാക്കുക. ഹൈജീൻ ഫാക്ടേഴ്സ് നമ്മൾ ഡിസാറ്റിസ്ഫയേഴ്സ് എന്ന് പറയുന്നു, മോട്ടിവേഷണൽ ഫാക്ടേഴ്സിന് നമ്മൾ സാറ്റിസ്ഫയേഴ്സ് എന്ന് പറയുന്നു. ഓക്കെ, അവയുടെ കാര്യങ്ങളെല്ലാം ഫാക്ടേഴ്സ് അതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് മനസ്സിലാക്കുക. ഒന്നാമത്തത് റിട്ടയർമെന്റ് പോളിസീസ്, റിട്ടയർമെന്റ് ബെനിഫിറ്റ് പ്ലാൻസ്, ഇൻഷുറൻസ് പോളിസീസ്, ബോണസ്, ഇവയെല്ലാം പറഞ്ഞത് ഹൈജീനാണ്. ദെൻ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് വെച്ചാൽ ചലഞ്ചിങ് ജോബ്, ഓപ്പർച്യൂണിറ്റീസ് ഫോർ പേഴ്സണൽ ഗ്രോത്ത്, റെക്കഗ്നിഷൻ ഒക്കെയാണ് മോട്ടിവേറ്റേഴ്സ്. ഇനി ഞാൻ പറഞ്ഞു നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, ആവശ്യമുള്ള നോട്ട്സ് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. നമ്മൾ അടുത്ത് പോകുന്ന രണ്ടാമത്തെ തിയറി, ബിഹേവിയറൽ സയൻസിന്റെ മനുഷ്യൻ ഹ്യൂമൻ സൈഡിനെ പഠിച്ച അടുത്തൊരു തിയറിയാണ് മാക്ഗ്രിഗറിന്റെ തിയറി എക്സ് ആൻഡ് തിയറി വൈ. ഓക്കെ, 2 ഫാക്ടർ തിയറി കഴിഞ്ഞു. നമ്മൾ അടുത്ത് പോകുന്നത് തിയറി എക്സ് ആൻഡ് തിയറി വൈ. തിയറി എക്സ് ആൻഡ് തിയറി വൈ നമുക്ക് നോക്കാം. ഇത് ഡെവലപ്പ് ചെയ്തത് മാക്ഗ്രിഗർ. ഓക്കെ, ഓരോ സയന്റിസ്റ്റിന്റെ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തവരുടെ പേര് അതായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ഡഗ്ലസ് മാക്ഗ്രിഗർ എന്നാണ് ഫുൾ നെയിം.
ഡഗ്ലസ് മാഗ്രിഗർ ഡെവലപ്പ് ചെയ്ത തിയറിയാണ് തിയറി എക്സ് ആൻഡ് തിയറി വൈ. നമുക്ക് നോക്കാം എന്താണ് തിയറി എക്സ് ആൻഡ് തിയറി വൈ. നമ്മൾ നേരത്തെ ഹൈജീൻ ഫാക്ടേഴ്സും മോട്ടിവേറ്റേഴ്സ് ഒക്കെ പഠിച്ചു, അവയുടെ ആബ്സെൻസും അവയുടെ പ്രസൻസിനെയും കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോണത് തിയറി എക്സ് ആൻഡ് തിയറി വൈ. മാഗ്രിഗേഴ്സ് തിയറി എക്സ് ആൻഡ് തിയറി വൈയിൽ അദ്ദേഹം പറഞ്ഞുള്ളൂ 2 ഡിസ്റ്റിങ്ക്റ്റ് സെറ്റ്സ് ഓഫ് അസംഷൻസ്. ഇവിടെ അദ്ദേഹം പറഞ്ഞത് കുറെ സങ്കല്പങ്ങളാണ്. ഒരു കൂട്ടര് എന്ത് ചെയ്യുന്നു, ഒരു കൂട്ടര് വേറൊരു കൂട്ടരുടെ സ്വഭാവം എന്താണ്. അപ്പം തിയറി എക്സിന് ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനെ കുറിച്ച് പറയുന്നുണ്ട്, ദെൻ തിയറി വേയിൽ മറ്റൊരു സെറ്റ് ഓഫ് എംപ്ലോയീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അവയുടെ അസംഷൻസ് ആണ് നമ്മുടെ തിയറി എക്സിന് തിയറി വൈയിലും പറയുന്നത്. നമുക്ക് നോക്കാം തിയറി എക്സിൽ എന്ത് പറയുന്നത് നോക്കാം. തിയറി എക്സ് നമുക്ക് എന്താണെന്ന് പറഞ്ഞു നോക്കാം. തിയറി എക്സിലാണെങ്കിൽ തിയറി എക്സ് അസ്യൂംസ് ദാറ്റ് പീപ്പിൾ ബൈ നേച്ചർ ആർ ലേസി, ഡിസ്ലൈക്ക് വർക്ക്. ദെൻ അവരെ നിർബന്ധിക്കണം, അവർക്ക് റെസ്പോൺസിബിലിറ്റി നേടിയെടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ മാനേജേഴ്സ് പറഞ്ഞാൽ മാത്രമേ അവരെന്ത് ചെയ്യുന്നുള്ളൂ, ജോലി ചെയ്യുന്നുള്ളൂ. അവരെ നിർബന്ധിക്കണം, നമുക്ക് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം അവർ മിക്കപ്പോഴും മടിയന്മാരായിരിക്കും. അവരെ പുറകെ ക്ലോസ് സൂപ്പർവിഷൻ വേണം, ക്ലോസ് കൺട്രോൾ വേണം. എങ്കിൽ മാത്രമേ അവർ കൃത്യമായിട്ട് അവരുടെ ജോലി ചെയ്യുകയുള്ളൂ. അവിടെ ആരെങ്കിലും വേണം, എന്താണ്, ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ. പറയുന്ന ജോലി മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ മാനേജേഴ്സ് ഡയറക്റ്റ് ചെയ്യുന്നത് മാത്രമേ അവർ പ്രവർത്തിക്കുകയുള്ളൂ. അല്ലാതെ അവർക്ക് സ്വയം തോന്നുന്നില്ല എനിക്ക് ഈ ബിസിനസ് സ്ഥാപനത്തിലൂടെ ജോലി ചെയ്യണം, എനിക്ക് എന്റെ നീഡ്സ് എല്ലാം അച്ചീവ് ചെയ്യണമെന്ന് തോന്നുന്നില്ല. അപ്പം പൊതുവെ ലേസി ആയിട്ടുള്ളതും ലേസി ആൻഡ് ഡു നോട്ട് ലൈക്ക് ടു വർക്ക്, ജോലി ചെയ്യാൻ അധികം താല്പര്യമില്ലാത്ത ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വന്നതാണ്, ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് വന്നതാണ് തിയറി എക്സിൽ. ഓക്കെ, ഇവർ പെസിമിസ്റ്റുകളാണ്, അധികം ശുഭാപ്തി വിശ്വാസം ഇല്ലാത്തവർ, അശുഭമായിട്ടാണ് അവർ ചിന്തിക്കുന്നത്. എപ്പോഴും ഉള്ളതൊക്കെ മതി, എനിക്ക് കൂടുതലൊന്നും വേണ്ട, അത്യാവശ്യം ആഹാരത്തിന്റെയും ഭക്ഷണത്തിന്റെയും ഒക്കെ വക, ആഹാരത്തിന്റെയും വസ്ത്രത്തിന്റെയും ദെൻ വീടിന്റെയൊക്കെ വക കണ്ടെത്തിയാൽ മതി, അതിനേക്കാൾ എനിക്ക് കൂടുതലൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്ന കൂട്ടരാണ് തിയറി എക്സ്. ഇവരെ എപ്പോഴും നിർബന്ധിപ്പിക്കണം, ഇവരെ എപ്പോഴും ജോലി ചെയ്യാൻ വേണ്ടി നിർബന്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. മാനേജേഴ്സ് എപ്പോഴും സൂപ്പർവൈസ് ചെയ്യണം. അവർക്ക് പൊതുവെ ജോലി ചെയ്യാൻ മടിയുള്ളവരാണ്. അവർക്ക് അങ്ങനെ വലിയ ഹയർ ലെവൽ നീഡ്സ് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. അവർക്ക് ലോവർ ലെവൽ നീഡ്സ് മാത്രം അച്ചീവ് ചെയ്താൽ മതി. അതുകൊണ്ട് ഇവർ നമ്മൾ എന്ത് പറയുന്നു, പെസിമിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ തിയറി എക്സ് എന്താണ്, പൊതുവെ അവരെന്താണ്, ലേസിയാണ്, മടിയരാണ്. ദെൻ ഡു നോട്ട് ലൈക്ക് ടു വർക്ക്, അവർക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ തന്നെ സംബഡി വാണ്ട് ടു അസ്യൂം റെസ്പോൺസിബിലിറ്റി, അവർ ആരെങ്കിലും ഉണ്ടാവണം, എന്തിനാണ്, കൃത്യമായ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. എങ്കിൽ മാത്രമേ അവർ അവരുടെ ജോലി ചെയ്യുള്ളൂ. പിന്നെ അവർക്ക് ക്ലോസ് സൂപ്പർവിഷൻ വേണം, സ്ഥിരമായിട്ട് നോക്കണം, അത് ചെയ്യ് ഇത് ചെയ്യ് എന്ന് എപ്പോഴും അവിടെ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കണം. സ്വയം തോന്നുന്നില്ല, അവർക്ക് ഡെവലപ്ഡ് ആകണമെന്ന് ആഗ്രഹമില്ല. അല്ലെങ്കിൽ ഹയർ ലെവൽ നീഡ്സ് ആയ റെക്കഗ്നിഷൻ, ദെൻ അംബീഷൻ അച്ചീവ് ചെയ്യുക, ഇതൊന്നും അവർക്ക് ആഗ്രഹമില്ല. ഉള്ളത് കൊണ്ട് ഇങ്ങനെ ജീവിച്ചാൽ മതി എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും ഒരാൾ പുറകെ ഉണ്ടാവണം, ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മൾ നടക്കണം. റിജിഡ് കൺട്രോൾ ആണ്. ദെൻ ക്ലോസ് സൂപ്പർവിഷൻ ആവശ്യമാണ്. എപ്പോഴും നമ്മൾ മാത്രം അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, അവർ കേൾക്കുന്നു, നമ്മൾ എന്ത് പറഞ്ഞോ അതിനങ്ങോട്ട് അനുസരിക്കുന്നു. അപ്പൊ അത്തരം വ്യക്തികൾ അടങ്ങുന്ന ഗ്രൂപ്പിനെ പറഞ്ഞ പേരാണ് തിയറി എക്സ്. ഒരു നെഗറ്റീവ് അപ്രോച്ചാണ് ഇവിടെ വരുന്നത്. കാരണം അവർക്ക് തോന്നുന്നില്ല സ്വയം ഡെവലപ്ഡ് ആകണം, ബിസിനസ് സ്ഥാപനത്തിലൂടെ പ്രവർത്തിക്കണം, ബിസിനസ് സ്ഥാപനത്തിന്റെ ഗോൾ അച്ചീവ് ചെയ്യണം എന്നുള്ള ആഗ്രഹം അവർക്ക് അവിടെ ഇല്ല. അത്തരം അവരെന്ത് ചെയ്യുന്നത്, അത്യാവശ്യം ഭാഗം കണ്ടെത്തുക, അങ്ങനെ കഴിഞ്ഞു കൂടുക എന്ന് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന തിയറി വൈ. തിയറി വൈ അങ്ങനെയല്ല, ഇത് തിരിച്ചാണ് പറഞ്ഞത്. തിയറി വൈയിൽ അവിടെ അവർ കൂടുതലായിട്ട് ബിസിനസ് സ്ഥാപനത്തിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നവരാണ്. അവിടെ നമുക്കിങ്ങനെ സൂപ്പർവിഷൻ ഒന്നും വേണ്ട. അവർ ജോലിയുടെ ഭാഗമായിട്ട് എന്ത് കൊടുത്താൽ അവർ ചെയ്ത് തീർക്കുന്നുണ്ട്. അവർ കണ്ടിന്യൂ വർക്കിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ. അവർക്ക് എപ്പോഴും ജോലി ചെയ്യാൻ താല്പര്യമാണ്, ബിസിനസ് സ്ഥാപനത്തിൽ തുടർന്നുകൊണ്ട് പോകണം. ദെൻ അവർക്ക് എപ്പോഴും ഹയർ ഓർഡർ സാറ്റിസ്ഫൈ ചെയ്യണം. എത്രയും പെട്ടെന്ന് തന്നെ ലോവർ ഓർഡർ, നമ്മുടെ താഴത്തെ ബേസിക് നീഡ്സും സെക്യൂരിറ്റി നീഡ്സ് ഒക്കെ എങ്ങനെയും നേടിയെടുക്കുക, അതിനുശേഷം വലിയ വലിയ നീഡ്സ് അച്ചീവ് ചെയ്യണമെന്നൊക്കെ എപ്പോഴും ആഗ്രഹമുള്ള കൂട്ടരാണ് തിയറി വൈ. അവർ ഓപ്റ്റിമിസ്റ്റിക് ആണ്, എപ്പോഴും ശുഭാപ്തി വിശ്വാസമുള്ളവരാണ്. എപ്പോഴും അവരെന്താണ്, അധികം സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കണം, സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടണം, ദെൻ ഇന്നോവേറ്റീവ് ജോബ് കണ്ടീഷൻസ് ഒക്കെ കൊണ്ടാക്കിയെടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന, ചലഞ്ചിങ് ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അവിടെ നമുക്ക് അവരെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല, അവർ തന്നെ അവരുടെ ജോലി ചെയ്തുകൊള്ളും. അപ്പൊ അത്തരം കൂട്ടർ എന്താണ്, തിയറി വൈയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ തിയറി വൈയിൽ എന്ന് വെച്ചാൽ ദ അതർ വ്യൂ ഹെൽഡ് ബൈ മാനേജേഴ്സ് അബൌട്ട് ദ നേച്ചർ ഓഫ് പീപ്പിൾ ഈസ് ഓപ്പോസിറ്റ് ടു
തിയറി എക്സ്. തിയറി എക്സിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ തിയറി വൈയിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ മേഗ്രിഗർ പറഞ്ഞത് പീപ്പിൾ കണ്ടിന്യൂ വർക്കിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ. അവർക്ക് എന്താണ് ഈ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് പോകണമെന്ന് അവർക്ക് ആഗ്രഹമില്ല. ബിസിനസ് സ്ഥാപനത്തിൽ സ്ഥിരമായി ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട്. അവരെങ്ങനെ എന്ത് ചെയ്യുന്നു? ആദ്യം തന്നെ ലോവർ ഓർഡർ അച്ചീവ് ചെയ്യുന്നു. ദെൻ ദേ ആർ ഗെറ്റിംഗ് സാറ്റിസ്ഫൈഡ് ടു ഹയർ ഓർഡർ നീഡ്സ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ദേ എയിംസ് ഈസ് നോട്ട് ഓൺലി മാക്സിമൈസ് പേഴ്സണൽ ഗോൾസ് ബട്ട് ഓൾസോ ഓർഗനൈസേഷണൽ ഗോൾസ്. അവരൊരിക്കലും അവരുടെ സ്വന്തം ലക്ഷ്യം മാത്രം നേടിയെടുക്കാൻ ശ്രമിക്കുന്നവരല്ല, പകരം എന്തുണ്ട് അവരുടെ ഇൻഡിവിജ്വൽ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്ത് നേടാൻ ശ്രമിക്കുന്നുണ്ട്? ബിസിനസ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അല്ലാതെ അത്യാവശ്യം വക മാത്രം കണ്ടെത്തുക എന്ന് മാത്രമല്ല അവർ ചിന്തിക്കുന്നത്, അവർ ബിസിനസ് സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ ഇന്ന് 2 തിയറി പഠിച്ചു. ഒന്നാമത്തേത് ഹൈജീൻ ആൻഡ് മോട്ടിവേഷൻ. ഒന്ന് ആലോചിക്കുക, ചില ഫാക്ടേഴ്സ്, ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ അവയുടെ പ്രസൻസ് അധികം മോട്ടിവേഷൻ നൽകിയില്ലെങ്കിലും അവയുടെ ആബ്സെൻസ് ഡിസാറ്റിസ്ഫാക്ഷൻ എംപ്ലോയീസിന് ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു പോയിന്റ് മാത്രം ഓർമ്മിച്ചാൽ മതി. മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ കുറച്ചൊരു ഹയർ ലെവൽ ഫാക്ടേഴ്സ് ആണ്. അവയുടെ പ്രസൻസ് ഹൈ ഡിഗ്രി ഓഫ് മോട്ടിവേഷനും ഹൈ ഡിഗ്രി ഓഫ് എൻകറേജ്മെന്റും എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ട്. അവയുടെ ആബ്സെൻസ് എന്തുണ്ടാക്കുന്നുണ്ട്? ഡിസാറ്റിസ്ഫാക്ഷൻ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. നോ സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ കിട്ടുക. അടുത്ത് നമ്മൾ പറഞ്ഞത് തിയറി എക്സ് ആൻഡ് തിയറി വൈ. തിയറി എക്സും തിയറി വൈയും ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഡഗ്ലസ് മേഗ്രിഗർ. അവിടെ നമ്മൾ 2 തരത്തിലുള്ള എംപ്ലോയീസിനെ പരിചയപ്പെടുകയാണ്. ഒന്നാമത്തേത് തിയറി എക്സിൽ എന്താ പറയുന്നത്? ലേസി ആയിട്ടുള്ള, മടിയരായിട്ടുള്ള, ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവര്, എപ്പോഴും ജോലി ചെയ്യാൻ നമ്മൾ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അവരുടെ അത്യാവശ്യം പേഴ്സണൽ ഫിസിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ബേസിക് നീഡ്സ് മാത്രം അച്ചീവ് ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരാണ്. സ്ഥാപനത്തിന്റെ ഗുണത്തിന് വേണ്ടി ജോലി ചെയ്യാൻ അവരത്ര ആഗ്രഹിക്കുന്നില്ല. അവരെ പെസിമിസ്റ്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ദെൻ തിയറി വൈ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. എപ്പോഴും ഡൈനാമിക്, എപ്പോഴും ഇങ്ങനെ ആക്റ്റീവ് ആയിരിക്കുന്ന എംപ്ലോയീസ് ആണ്. സ്ഥാപനത്തിനോട് എപ്പോഴും ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എംപ്ലോയീസ് ആണ് തിയറി വൈയിലുള്ളത്. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവരുടെ പേഴ്സണൽ നീഡ്സ് നേടുന്ന, അല്ലെങ്കിൽ പേഴ്സണൽ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതോടൊപ്പം തന്നെ സ്ഥാപനത്തിന്റെ നീഡ്സും അച്ചീവ് ചെയ്യണം, സ്ഥാപനത്തിന്റെ ഗോൾസും അച്ചീവ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. 2 പേര് നമ്മളിന്ന് 3 നമ്മൾ പഠിച്ചിരുന്നു. ആരൊക്കെയാണ്? അക്സെപ്റ്റൻസ് തിയറി നമ്മൾ പഠിച്ചിരുന്നു. ദെൻ നമ്മൾ അടുത്ത് പഠിച്ചതാണ് 2 ഫാക്ടർ തിയറി നമ്മൾ പഠിച്ചു. അടുത്ത് നമ്മൾ തിയറി എക്സ് ആൻഡ് തിയറി വൈ. നമ്മൾ 2 ഫാക്ടർ തിയറി പ്രൊപ്പോൺ ചെയ്തത്, അല്ലെങ്കിൽ 2 ഫാക്ടർ തിയറി ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഫ്രെഡറിക് ഹേഴ്സ്ബർഗ് ആൻഡ് ഹിസ് അസോസിയേറ്റ്സ്. പേരൊക്കെ മറക്കരുത്. അടുത്ത് നമ്മൾ പഠിച്ചത് തിയറി എക്സും തിയറി വൈയും ഡെവലപ്പ് ചെയ്തത് ഡഗ്ലസ് മേഗ്രിഗർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ നല്ലോണം ബോറടിക്കും, കാരണം പുതുതായിട്ട് വന്ന കുട്ടികളാണ്. അതിന് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? താല്പര്യത്തോടുകൂടി തന്നെ വീഡിയോ കാണുക, ഓരോ പോയിന്റും എഴുതി വയ്ക്കുക. കാരണം ഇതിന് നമുക്ക് കൂടുതൽ കഥ പറയാനോ ഒന്നും തന്നെ ഇല്ല, അധികം എക്സ്ട്രാ നമുക്ക് ഇടാനും പറയാൻ പറ്റില്ല. മാക്സിമം നിങ്ങൾ ശ്രമിക്കുക, എന്താണ് ഈ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കുക, അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഓർമ്മിച്ചിരിക്കുക എന്താണ് 2 ഫാക്ടർ തിയറി, ഫ്രെഡറിക് ഹേഴ്സ്ബർഗ്, തിയറി എക്സ് ആൻഡ് തിയറി വൈ, ഡഗ്ലസ് മേഗ്രിഗർ. ഓക്കെ, നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ വേറൊരു തിയറിയുമായിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.